ജോർജ് സാർ, താങ്കൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് തോന്നുന്നത്? ഇവിടെ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ അക്രമം എന്നുള്ളത് അനിവാര്യമായി മാറിയിട്ടുണ്ട്. അതിനപ്പുറത്തുള്ള ജനാധിപത്യ സംവാദമോ മറ്റു കാര്യങ്ങളോ നടക്കില്ല. യൂണിയൻ പിടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത് കായികമായി നടത്തേണ്ടതാണ് എന്ന നിലയിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടായാൽ അത് തല്ലി തീർക്കേണ്ടതാണ് എന്ന മനോനിലയിലേക്ക് വിദ്യാർത്ഥികൾ ആകെ മാറിയോ? അല്ല, ഇത് പരസ്പരം ഇപ്പോൾ കണക്ക് പറഞ്ഞ് ആരാണ് കേമന്മാർ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അത്രയും ഹീനമായ രീതിയിലേക്ക് ചർച്ചകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പശ്ചാത്താപമോ കുറ്റബോധമോ ഒന്നും നേതാക്കളുടെ ഭാഗത്ത് പോലും കാണുന്നില്ല എന്നത് സങ്കടകരമായിട്ടാണ് പൊതുസമൂഹവും അതുപോലെയുള്ള മുതിർന്ന ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഈ നേതാക്കൾ തിരിച്ചറിഞ്ഞാൽ അല്പമെങ്കിലും മാനസാന്തരം ഉണ്ടാകുമെങ്കിൽ കേരളത്തിലെ കലാലയങ്ങൾ ശാന്തത ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കാൻ മാത്രമേ അഭിലാഷെ സാധിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ കാണേണ്ടതായ ഒരു കാര്യം, ആരും പറയാത്ത ഒരു കാര്യം, ഞാൻ അഭിലാഷിനോട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ തരം കലാമേളകൾ സംഘടിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് കോളേജ് തലത്തിലുള്ള കലാമേളകളും കലാമത്സരങ്ങളും നടത്തുമ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകൾ ഒരാൾ പോലും ആ ഭാഗത്തില്ല എന്നുള്ള ഒരു ദുരവസ്ഥ ഇതിൻ്റെ സംഘാടകമായിട്ടുള്ള പിഴവായിട്ട് തന്നെ കാണണം. അഭിലാഷിന് അറിയാമല്ലോ, ഡയറക്ടർ ഓഫ് സ്റ്റുഡൻറ് സർവീസസ് എന്ന് പറയുന്ന ഒരു തസ്തിക കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഉണ്ട്. ആ ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സർവകലാശാല യൂണിയൻ്റെ നടത്തിപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുക, അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് എന്ന് എന്നേക്കാൾ നന്നായി ഈ നേതാക്കന്മാർക്കറിയാം, അഭിലാഷിനും അറിയാം. ഞാനൊന്ന് ചോദിക്കട്ടെ അഭിലാഷ്, ഈ പറയുന്ന കലാമേള നടക്കുമ്പോൾ അല്ലെ കലാമത്സരങ്ങൾ നടക്കുമ്പോൾ വ്യവസ്ഥാപിതമായ ചട്ടങ്ങളുണ്ട്. അതായത് ഒരു ക്രമക്കേടുണ്ടായിക്കഴിഞ്ഞാൽ പരാതിപ്പെടാനുള്ള അപ്പലേറ്റ് ബോഡിയുണ്ട്, അതിനുള്ള ഒരു സമിതിയുണ്ട്, ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ സ്ഥലത്തുണ്ടാകണം, അതിനവിടെ വെച്ച് പരിഹാരം കാണാൻ കഴിയുന്നതാണെങ്കിൽ പരിഹാരം കാണണം. അതല്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അത് വിതോൾഡ് ചെയ്യണം. ഈ തരങ്ങളിലൊക്കെ വളരെ ലിഖിതമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചാണ് കേരളത്തിലെ സർവകലാശാലകളിൽ എല്ലായിടത്തും കലാകായിക മത്സരങ്ങൾ നടക്കുന്നത്. അഭിലാഷേ, ഒരൊറ്റ ഉദ്യോഗസ്ഥൻ, ഒരു പ്രൊഫസറാകട്ടെ, ഒരു യൂണിവേഴ്സിറ്റിയിലെ ഉത്തരവാദപ്പെട്ട ഒരു സീനിയർ ഉദ്യോഗസ്ഥനാകട്ടെ, ആരെയെങ്കിലും ഈ തരത്തിലുള്ള കലാമേള നടക്കുന്നിടത്ത് ഒരു മേൽനോട്ടം വഹിക്കാൻ, ഉത്തരവാദിത്വം വഹിക്കാനുള്ള ആളുകൾ ഈ രംഗത്ത് വരാത്തത് എന്തുകൊണ്ടാണ്? നമുക്കറിയാമല്ലോ, കുസാറ്റിലുണ്ടായ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ അന്വേഷിച്ചു വന്നപ്പോൾ അതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകളുടെ പൊടി പോലും അവിടെ ഇല്ലായിരുന്നു. അവിടുത്തെ വൈസ് ചാൻസലർ അറിഞ്ഞുകൂടാ ഈ സംഭവം നടന്നത് എപ്പോഴാണെന്ന്. പിന്നീടാണ് സംഭവം അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ സംഘാടനത്തിൽ തന്നെ അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഒരളവ് വരെയെങ്കിലും ഇത് ഈ തരത്തിലുള്ള ഗുണ്ടായിസം അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.